السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല മുസ്ലിമായി ഈമാനോടുകൂടെ ധാരാളം അമലുകളുമായി കഴിയുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുകയും ചെയ്യുക. റബ്ബ് നമ്മെ എല്ലാവരെയും അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കും. നാം ജീവിക്കുന്ന ഈ ലോകത്തെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി ഖുർആൻ ഉപമിച്ചിരിക്കുന്നത് വെള്ളത്തോടാണ്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ആകാശത്തു നിന്ന് പെയ്യുന്ന വർഷിക്കുന്ന വെള്ളം പോലെയാകുന്നു ഈ ലോക ജീവിതം. അത് വലിയ ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. വെള്ളത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണോ അത് തന്നെയാണ് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈ ലോകത്തെയും ജീവിതം. വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അധികമൊന്നും കെട്ടി നിൽക്കാറില്ല. ആ ഒരവസ്ഥ ജീവിതത്തിനുമുണ്ട്. ദുന്യാവ് എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും എന്നെന്നും സ്ഥിരമായി നിൽക്കുകയില്ല. അങ്ങനെ പല കൈകളിലേക്ക് അതിന്റെ നന്മയും സുഖങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. കാല് നനയാതെ വെള്ളത്തിലേക്ക് ഇറങ്ങുക സാധ്യമല്ല. ചിലപ്പോൾ ശരീരം മൊത്തം നനയും. ദുന്യാവും അതുപോലെ തന്നെയാണ്. ദുന്യാവിലേക്ക് അങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചാൽ കാലും കയ്യും ഒക്കെ നനയും. വെള്ളം നിൽക്കുന്ന ഭാഗം ചളിയുണ്ടെങ്കിൽ ചളിയും നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ആ നിലക്കും ദുന്യാവ് എന്നത് ഒരു വെള്ളക്കെട്ടിനോട് എല്ലാ നിലക്കും സമാനമാണ്. വെള്ളം മനുഷ്യന് ജീവിക്കാൻ അനിവാര്യമാണ്. മിതമായ ആവശ്യത്തിനുള്ള വെള്ളം. എന്നാൽ വെള്ളപ്പൊക്കമാണെങ്കിലോ അത് അപകടമാണ്, നാശമാണ്. അതുപോലെ തന്നെയാണ് ദുന്യാവ്. മിതമായ രൂപത്തിൽ ജീവിക്കാൻ ദുന്യാവ് വേണം, ആവശ്യമാണ്. പക്ഷേ ദുന്യാവിന്റെ പിന്നിൽ ഓടി 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 എല്ലാം ദുന്യാവ് ഈ ലോകം മാത്രം എന്നാണെങ്കിൽ അത് ഒരു പ്രളയം പോലെ, വെള്ളപ്പൊക്കം പോലെ നമ്മെ ആകെ നശിപ്പിക്കും. ഈ ഒരു ലളിതമായ യാഥാർത്ഥ്യം, ഉദാഹരണം നമ്മെ അല്ലാഹു കേൾപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ രൂപത്തിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുന്യാവിൻ്റെതായ എല്ലാ നന്മകളും ലഭിച്ചുകൊണ്ട് ദുന്യാവിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന എല്ലാ പരിക്കുകളെയും പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയണം എന്നതാണ്
ഇതിന്റെ ഒരു ബാക്കി പത്രമായി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, മുസ്ലിമായി ജീവിക്കുക. തികഞ്ഞ ഒരു പെർഫെക്റ്റ് പൂർണ്ണ അർത്ഥത്തിലുള്ള മുസ്ലിമായി ജീവിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഖദ് അഫ്ലഹ മൻ അസ്ലമ, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു. വേറെയും ചില യോഗ്യതകൾ പറയുന്നുണ്ട്, പക്ഷേ പ്രധാനം അസ്ലമ, മുസ്ലിമാവുക എന്നതാണ്. നമ്മളുടെ ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും വിചാര വികാരങ്ങളിലും സമീപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ മുസ്ലിമാവുക. അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞാൽ വിജയിച്ചു. നാം നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ, ചളി ശരീരത്തിലാവാതെ, നശിച്ചു പോവാതെ, എന്നാൽ ആവശ്യമായ വെള്ളം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാവുന്ന പാകത്തിലാണ് മുസ്ലിമായി ജീവിക്കുക എന്ന ഒരാൾക്ക് ഈ ദുന്യാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. ഞാൻ മുസ്ലിമാകുന്നു, ഞാൻ മുഅ്മിനാകുന്നു എന്ന ബോധ്യം അയാളുടെ മനസ്സിലുള്ള കാലത്തോളം ദുന്യാവിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് അയാളെ പരിക്കേൽപ്പിക്കുകയില്ല. അയാൾ എത്ര കാലം ജീവിച്ചാലും, 10, 90, 100 വർഷം ജീവിച്ചാലും അയാൾക്ക് ദുന്യാവ് അനുഗ്രഹമായിരിക്കും, അനുഗ്രഹം മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ ദുന്യാവിൽ നിന്ന് സുഖം മാത്രം ലഭിക്കുന്നു എന്നുള്ളതല്ല. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എളുപ്പമാണെങ്കിലും പ്രയാസമാണെങ്കിലും മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് മരണാനന്തര ജീവിതം എളുപ്പമായിരിക്കും. അതുപോലെ ദുന്യാവും ഈ രൂപത്തിൽ അയാൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മനസ്സിലേക്ക് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു വെക്കുന്ന കാര്യം. ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, റസൂലുള്ളയെ നമ്മളിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ഖുർആൻ നമ്മളുടെ കൂടെ നിൽക്കുന്ന, മൗനമായി സംസാരിക്കുന്ന ഒരു ഉപദേശിയാണ്. 2 ഉപദേശികളാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാവർക്കും എപ്പോഴും ഉപദേശം കാതിൽ മന്ത്രിച്ചു കൊടുക്കാൻ 2 ഉപദേശികളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഖുർആനാണ്. ഖുർആൻ നമ്മളോട് മൗനമായി സംസാരിക്കുകയാണ്. നമ്മൾ ഒച്ചത്തിൽ ഓതുകയാണെങ്കിലും ഉറക്കെ ഓതുകയാണെങ്കിലും ഖുർആന്റെ ഓരോ ആശയവും മൗനമായിട്ട് നമ്മളുടെ കണ്ണിലും കാതിലും നിൽക്കുന്നുണ്ട്. ഉപദേശിക്കുന്ന മറ്റൊരാൾ മരണമാണ്. മരണം നമ്മളെയൊക്കെ ഇടയിലുണ്ട്. നമ്മളുടെ കൈനീട്ടിയാൽ എത്തുന്ന സ്ഥലത്ത് വരെ മരണമുണ്ട്. അതും നമ്മളെ ഉപദേശിക്കുകയാണ്. നമ്മളെ മരിപ്പിച്ചുകൊണ്ടല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ മരിപ്പിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് അയാളിലൂടെ നമുക്കൊരു ഉപദേശം നൽകുന്നുണ്ട്. ഇങ്ങനെ ഖുർആനെയും മരണത്തെയും നിരന്തരമായ ഉപദേശങ്ങൾ ശ്രവിക്കുന്ന സ്രോതസ്സാക്കി നമ്മുടെ മുമ്പിൽ വെക്കുക എന്നതാണ് വഴിതെറ്റാതെ ജീവിക്കാൻ ഉള്ള എളുപ്പമാർഗമായി ഖുർആൻ കാണുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറയുമ്പോൾ ഖുർആൻ നിരന്തരം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഉണ്ടെങ്കിലേ മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ആവശ്യമാണ്. പക്ഷെ ഖുർആൻ ചെയ്യുന്നത്, ഇസ്ലാം ചെയ്യുന്നത് ഒരു അലാറം ക്ലോക്കിന്റെ പണി മാത്രമാണ്. നമുക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആ സമയമാകുമ്പോൾ അലാറം മുഴങ്ങും. അപ്പോഴും നമ്മൾ എഴുന്നേൽക്കാതിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ പുതപ്പിനകത്ത് നിന്ന് കൈനീട്ടി അതങ്ങ് ഓഫാക്കുകയാണെങ്കിലോ ആ ശബ്ദം നിലക്കും. പിന്നെയോ നമ്മൾ വീണ്ടും ഉറങ്ങും. ഇതുപോലെ തന്നെയാണ് ഖുർആനും ചെയ്യുന്നത്. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ പോകണം, ഇങ്ങനെ വരണം എന്നിങ്ങനെയുള്ള അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ. പക്ഷേ മനുഷ്യർ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. വല്ലാതെ ശല്യപ്പെടുത്തുമ്പോൾ മൊബൈൽ ഓഫാക്കുന്നത് പോലെ ചില ആളുകളെയെങ്കിലും ഖുർആൻ അങ്ങ് വലിച്ചെറിഞ്ഞ് ഇനി എന്നെ ഉണർത്തണ്ട,
എന്ന ധിക്കാരത്തിൽ ജീവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഖുർആനാണെങ്കിലും റസൂലുള്ളാഹിയുടെ മാതൃകയാണെങ്കിലും ഒരു അലാറം ക്ലോക്കിന്റെ സ്ഥാനത്ത് നമ്മൾ കാണാം. നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ മണി അടിക്കുമ്പോഴൊക്കെ നമ്മൾ കാത് തുറന്ന്, കൽബ് തുറന്ന്, കണ്ണ് തുറന്ന് അപ്പോൾ തന്നെ എഴുന്നേൽക്കാം. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് എഴുന്നേൽക്കാന്ന് വെച്ചാൽ അത് 5 മിനിറ്റും 50 മിനിറ്റുമാകും. അന്നത്തെ എല്ലാ പ്ലാനിങ്ങും താളം തെറ്റുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഖുർആനെ മുന്നറിയിപ്പുകാരനായി, മരണത്തെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കേണ്ട ഉപദേശിയായിട്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ ഒരു തൗഫീഖും വേണ്ടതുണ്ട്. മുസ്ലിമായി ജീവിക്കുക എന്നതിന്, അമലുകൾ ചെയ്യുക എന്നതിന്, പുണ്യങ്ങൾ സമ്പാദിക്കുക എന്നതിന്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിന് അള്ളാഹുവിന്റെ ഒരു പിന്തുണയും തൗഫീഖും അനിവാര്യമാണ്. എങ്ങനെയാണ് പടച്ചവന്റെ ഈ തൗഫീഖ് ലഭിക്കുക? അതിന് ഭൗതികമായിട്ട് ഒരു മാനദണ്ഡവും ഇല്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം, ഈ രൂപത്തിലൊക്കെ ആവണം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ പിന്തുണ നമുക്ക് ലഭിക്കണമെന്നില്ല. അതിന് ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമാണ് അവന്റെ തൗഫീഖ് ലഭിക്കുക. ധാരാളം ആളുകൾ ഉണ്ടായത് കൊണ്ട് ആ തൗഫീഖ് ലഭിക്കണമെന്നില്ല. താൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ കൈത്താങ്ങ് നഷ്ടപ്പെടുകയുമില്ല. ചരിത്രത്തിൽ മഹാനായ ഒരു പ്രവാചകനുണ്ടായിരുന്നു, നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തോട് അള്ളാഹു തനിച്ച് ഒരു കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചു. ആ കപ്പലാണ് പിന്നീട് ഭൂമിയിൽ ആര് ജീവിച്ചിരിക്കണം എന്ന് തീരുമാനിക്കുകയും അവരെ അതിനകത്ത് കയറ്റി രക്ഷപ്പെടുകയും ചെയ്തത്. 20-ാം നൂറ്റാണ്ടിലെ വലിയ ഒരു വിസ്മയമായിരുന്നു ടൈറ്റാനിക്കിന്റെ ദുരന്തം. ടൈറ്റാനിക് ഉണ്ടാക്കിയത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളായിരുന്നു അതുണ്ടാക്കിയത്. പക്ഷേ അത് മനുഷ്യരെ രക്ഷിച്ചില്ല. ആയിരക്കണക്കിന് ആളുകൾ അതിനകത്ത് ജീവൻ അവസാനിപ്പിച്ചു. നൂഹ് എന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ കപ്പലാണ് പിന്നീടുള്ള ആളുകൾ രക്ഷപ്പെടുത്തിയതെങ്കിൽ, ആയിരക്കണക്കിന് ആളുകൾ ചേർന്നുണ്ടാക്കിയ മറ്റൊരു കപ്പൽ ആരെയും രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, 100 കണക്കിന് ആളുകളെ നശിപ്പിക്കുകയും ചെയ്തു. നാം പറയുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് എവിടെയാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നൂഹിനോടൊപ്പം അള്ളാഹുവിന്റെ ആ തൗഫീഖ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഉദാഹരണത്തിൽ എന്തുകൊണ്ടോ ആ തൗഫീഖ് ഇല്ലാതെ പോയി. ഇത് ജീവിതത്തിൽ ഒരു പാഠമാണ്. എല്ലാ രംഗത്തും, നാം പ്രവേശിക്കുന്ന എല്ലാ രംഗങ്ങളിലും അള്ളാഹു നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ അത് വലിയ പരാജയമായിട്ടാണ് ഖുർആൻ കാണുന്നത്. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടോ എങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ചു കഴിഞ്ഞാൽ അവന്റെ സഹായം നമുക്ക് ലഭിച്ചിരിക്കും എന്ന ഗ്യാരണ്ടിയാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സംശുദ്ധമാക്കാൻ, കുറ്റമറ്റ രൂപത്തിലാക്കാൻ നാം യത്നിക്കുക. അതിന് മറ്റാരും നമ്മളെ സഹായിക്കുകയില്ല. ഈ പറഞ്ഞ പോലെ ഖുർആനാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും, പള്ളിയിൽ ഖുതുബ പറയുന്ന മൗലവിയാണെങ്കിലും, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണെങ്കിലും എല്ലാം ഉണർത്തുന്ന അലാറം പോലെ മാത്രമാണ്. ചെയ്യേണ്ടതും ഉണരേണ്ടതും എഴുന്നേൽക്കേണ്ടതും നമ്മൾ മാത്രമാണ്. ആ കാര്യം ഓർത്തുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഒരു പരിക്കുമേൽക്കാതെ ജീവിക്കാൻ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ നന്മകളും സ്വന്തമാക്കാൻ, അത് പരലോകത്തേക്കുള്ള, മരണാനന്തര ലോകത്തേക്കുള്ള വലിയ നിക്ഷേപമാക്കി മാറ്റുവാൻ നാം ശ്രദ്ധിക്കുക. അതിനനുസരിച്ചുകൊണ്ട് നാം അമലുകൾ ചെയ്യുക.
നല്ല മനസ്സോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ എപ്പോഴും ജീവിക്കുക. റബ്ബ് നമ്മയെല്ലാം അവന്റെ തൗഫീക്ക് നൽകി റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സുഹൃത്തുക്കളെ, അടുത്ത വെള്ളിയാഴ്ചയാണ് നാം അഭിമുഖീകരിക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പ്. മറ്റു പല തെരഞ്ഞെടുപ്പുകളും നാം സാക്ഷിയായിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഏറെ പ്രാധാന്യപൂർവം നമ്മൾ മാത്രമല്ല ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭമാണ്. അതിൽ നമ്മുടെ ഒരു വോട്ടും നഷ്ടപ്പെടരുത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന മൗലികമായ ഒരു കാര്യമാണ്. കാരണം ഒരു വലിയ ഭീതിയുടെ മുനമ്പിലാണ് മുസ്ലിങ്ങളായ നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഫാഷിസം എന്ന സർവകാല നാശം, അതിന്റെ എല്ലാവിധ ചിഹ്നങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പത്തി വിടർത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ അതിനെതിരിൽ നമുക്ക് പ്രതിരോധം തീർക്കുവാനുള്ള വളരെ നിർണായകമായ ഒരവസരം ഒരു കാരണവശാലും അലസതയുടെ പേരിൽ, നിസ്സാരഭാവത്തിന്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മളുടെ അറിവിലും ആശ്രിതരുമായി ജീവിക്കുന്ന ആരുടെയും വോട്ടും അങ്ങനെ നഷ്ടമാവാൻ പാടില്ല എന്നതാണ് ഈ സന്ദർഭം നമ്മളോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വരിക എന്നതിലും ഒരു പുതുമയുണ്ട്. ഇതുവരെ ചരിത്രത്തിൽ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഒന്നുകിൽ ജുമാ നമസ്കരിക്കുന്ന ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ വോട്ടിന് ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ജുമാ നഷ്ടപ്പെടണം എന്ന ഒരു അജണ്ട തന്നെയായിരിക്കണം അതിന്റെ പിന്നിലുള്ളത്. എന്നിരുന്നാലും മുസ്ലിങ്ങളായ ആളുകൾക്ക് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. ജുമാ നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മളുടെ പൗരത്വ അവകാശം, വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കും. വോട്ട് ചെയ്തുകൊണ്ട് തന്നെ ജുമായും നമുക്ക് നേടുവാനും സാധിക്കും. രണ്ടിനും തടസ്സം നിൽക്കുന്നില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് നമ്മളുടെ നഗര പരിസരങ്ങളിലും ഗ്രാമീണ പരിസരങ്ങളിലുമൊക്കെ രണ്ടും ഒരേ സമയം കൊണ്ടുപോകുവാനുള്ള സാമൂഹിക സംവിധാനങ്ങളും മതപരമായ സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ പോലും ഒരാൾക്ക് ജുമാ കാരണം വോട്ട് നഷ്ടപ്പെടും എന്ന് വരികയാണെങ്കിൽ അയാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ജുമാക്കല്ല, വോട്ടിനായിരിക്കണം, വോട്ടിന് തന്നെയായിരിക്കണം. അയാൾ പിന്നീട് 4 റക്അത്ത് ളുഹർ നമസ്കരിച്ചാലും പടച്ചവന്റെ പക്കൽ ഒരു കാരണവശാലും അയാൾ മതപരമായിട്ട് കുറ്റക്കാരനാകുകയില്ല എന്ന് തന്നെ നമുക്ക് ആ വിഷയത്തിൽ അന്തിമമായി വിധി പറയാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏജന്റുമാർ, അതുപോലെയുള്ള പ്രവർത്തകർ, ഉദ്യോഗസ്ഥർക്കും ഈ സന്ദർഭം ഒരു വലിയ വെല്ലുവിളിയായിട്ട് ബാക്കി നിൽക്കാൻ സാധ്യതയുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ രണ്ടും നഷ്ടപ്പെടാത്ത രൂപത്തിൽ ക്രമീകരിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയേ മതിയാവൂ എന്ന് വരികയാണെങ്കിൽ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുക എന്നതാണ് മതപരമായി ആ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കുവാനുള്ള ഒരു നിലപാട്. ധാരാളം പള്ളികൾ ഉള്ള നാടായതുകൊണ്ട് പള്ളികളിലെ ജുമാ ഖുതുബ സമയം ക്രമീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരിടത്ത് ജുമഅക്ക് അവസരം ലഭിക്കാത്ത ആളുകൾക്ക് തൊട്ടടുത്ത പള്ളിയിൽ ജുമഅക്ക് പോവാനും പറ്റും. ഖതീബുമാർക്കും ക്ഷാമം ഉണ്ടാവാൻ ഇടയുള്ള ഒരു സന്ദർഭമാണത്. അടുത്തടുത്ത പള്ളികളിൽ
ഒരു ആൾ തന്നെ ഒന്നിലധികം പള്ളികളിൽ ഖുതുബ നിർവഹിക്കുക എന്നതിലും ഇത്തരം പശ്ചാത്തലത്തിൽ ഒരു തെറ്റ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ മതപരമായിട്ട് അള്ളാഹുവും റസൂലും നൽകിയിരിക്കുന്ന എല്ലാ ഇളവുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തെ ഫാഷിസത്തെ എല്ലാ നിലക്കും ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ഒരു നല്ല അവസരമായിട്ട് നാം മാറ്റുക. അതിന് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഭീതിതമായ സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ അതിക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും റബ്ബേ, മുസ്ലിങ്ങളായ നിന്റെ അടിമകളായ ഞങ്ങളെ നീ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. നല്ല ഭരണാധികാരികളെയും ഭരണകൂടത്തെയും നീ നാട്ടിൽ പുനഃസ്ഥാപിക്കണമേ നാഥ. ന്യൂനപക്ഷങ്ങളോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടും കരുണ കാണിക്കുന്ന, അലിവ് കാണിക്കുന്ന, മതപരമായ സ്വാതന്ത്ര്യം നൽകുന്ന ഈ രാജ്യത്തുള്ള മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഇതുവരെ ഉള്ളതുപോലെ സൂക്ഷിച്ചു കൊണ്ടുപോകുവാനും അള്ളാഹു നമ്മയെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകി റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ പെരുന്നാൾ കഴിഞ്ഞ 4-5 ദിവസത്തിനകത്ത് തന്നെ 12 പേരാണ് വിവിധ അപകടങ്ങളിൽ മരിച്ചത്. അതിന് പിന്നിൽ അള്ളാഹുവിന്റെ വിധിയാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ പറയുകയും വേണം. പക്ഷേ നമ്മുടെ ഉല്ലാസ വിനോദ യാത്രകളിലൊക്കെ വേണ്ട ജാഗ്രതയും ശ്രദ്ധയും കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുകൂടി രക്ഷിതാക്കളായ നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും സാഹസിക യാത്രക്ക് താല്പര്യം കാണിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ അതിസാഹസികമായിട്ടാണ് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്, അതും പാതിരാത്രികളിൽ. ഇങ്ങനെ പലവിധ രൂപത്തിലാണ് നമ്മളുടെ ജാഗ്രത കുറഞ്ഞു പോകുന്നതും അശ്രദ്ധയുണ്ടാവുന്നതും പലതും അപകടത്തിലും പരിക്കിലും ചിലപ്പോൾ മരണത്തിലും കലാശിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ്. ചെറുപ്പക്കാരായ ആൺകുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ബൈക്കെടുത്തുള്ള ദൂരയാത്ര രക്ഷിതാക്കൾ കൈക്ക് പിടിച്ച് നിയന്ത്രിക്കുക തന്നെ വേണ്ടതുണ്ട് എന്നതുകൂടി ഈ സന്ദർഭം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും മരിച്ചുപോയ നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു റഹ്മത്ത് നൽകി അവരുടെ കബറിടം വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ധാരാളം പേരുണ്ട്. പല മതരംഗത്തും ഇസ്ലാഹി രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കും അള്ളാഹുവെ ശിഫ നൽകി ആരോഗ്യം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാണ്. ചൂട് കനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ക്ഷാമം നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. അതിനേക്കാളേറെ പുറത്തേക്ക് ഇറങ്ങാനും രാത്രി ഉറങ്ങാനും കഴിയാത്ത രൂപത്തിൽ ചൂടുമുണ്ട്. ഒന്ന് മാത്രമേ നമുക്ക് പരിഹാരമായിട്ടുള്ളൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് മാത്രം. ഇപ്പോൾ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും സുജൂദിലും നമസ്കാരത്തിലും അതിനുശേഷവും തഹജ്ജുദിലും ഒക്കെയായിട്ട് മഴയ്ക്ക് വേണ്ടി അതോടൊപ്പം ചൂട് ലഘൂകരിക്കാൻ വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവെ, ഈ ചൂടിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവണമേ. മഴ വർഷിച്ച് പടച്ചവരെ ഞങ്ങൾക്ക് ദാഹജലം നൽകി ജലക്ഷാമമില്ലാതെ ജീവിക്കുവാനും റബ്ബേ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാവണം. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا يا أرحم الراحمين وأدخلنا الجنة مع الأبرار يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة
حسنة وقنا عذاب